ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിമോളയും കൊണ്ട് ഇന്ന് പുറത്ത് പോയിക്കുക, വേദയും തരുണും കൂടി ചേർന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലായിടവും കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞമ്മയോടും അച്ഛനോടുമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തേന്ന്. അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുന്നു. സ്കൂളിൽ വരുന്ന മറ്റ് കുട്ടികളുടെ പേരൻസൊക്കെ എന്ത് കളിയും ചിരിയൊക്കെയാണ്, നിങ്ങൾ രണ്ടുപേരും എന്താ പരസ്പരം മിണ്ടാത്തേ, നിങ്ങൾ മാത്രം എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുകയാണെന്ന് ഗൗരിമോള്. അപ്പോൾ വേദയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പോലീസും കളക്ടറും ആയതുകൊണ്ടാണോ എന്തെങ്കിലും പറഞ്ഞ് അപ്പം പറയും, നടക്ക് ഗൗരി, ഇരിക്ക് ഗൗരി, കഴിക്ക് ഗൗരി, പഠിക്ക് ഗൗരി. അപ്പം മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയും വിട്ട് കുഞ്ഞങ്ങ് നടന്ന് പോകുമ്പോഴത്തേക്കും ഗൗരി എന്നും പറഞ്ഞു വേദ വിളിച്ചു കിട്ടോ. അപ്പോൾ തരുൺ അപ്പോൾ വേദ ഇങ്ങനെ തരുണിനെ നോക്കുവാണ്. അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് തരുൺ ഇങ്ങനെ വാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന ഒരു ഓട്ടോയിൽ നമ്മുടെ വിനായകനും ഭാര്യയും കൂടെ വന്ന് ഇറങ്ങുക. അപ്പോൾ ചെന്ന് കയറിയതും അച്ഛൻ നമ്മൾ ആട്ടി ഇറക്കുമായിരിക്കുമോ എന്ന് നന്ദിനി ചോദിക്കാം. അപ്പോൾ എന്തിന്? അല്ല, ഇവിടെ താമസം തുടങ്ങിയ ഇത്ര നാളായില്ലേ, നമ്മൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത് നീ പേടിക്കണ്ട, വിശ്വേട്ടന് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു എന്ന് വിനായകൻ. വിശ്വേട്ടൻ പിന്നെ ബിസിനസ്സിൻ്റെ ഒഴിവ് പറയാം, നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും നന്ദിനി. എടി, 24 മണിക്കൂർ അലേർട്ടായിട്ട് ഇരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് തിരക്കുണ്ടാകുമെന്ന് അച്ഛൻ എന്തായാലും അറിയാം. അങ്ങനെ കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ രണ്ടെണ്ണങ്ങളും കൂടെ നേരെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുക. വീട് കണ്ടപ്പോൾ ടൗണിൻ്റെ ഒത്ത നടുക്ക് ഇത്രയും മരങ്ങളും പറമ്പും ഒക്കെ ആയിട്ട് ഇത്ര ഒരു വീട്, എൻ്റെ പൊന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. സത്യം എന്ന് പറഞ്ഞു നന്ദിനി. 4 സെൻറ്റ് വീതം അച്ഛൻ റൊട്ടി മുറിക്കുന്നത് പോലെ മുറിച്ച് 4 ഇതിലും വിലയിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കുക. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാവുന്ന നന്ദിനി ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴത്തേക്കും ആമി ഇറങ്ങി വന്നു. വന്നപ്പോൾ ഇവർ അന്തം വിട്ട് നോക്കുക. സുധാകരൻ മാഷൊക്കെ അവർ ബാക്കിലാണ് താമസം. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ വിക്രമൻ്റെ ചേട്ടനാ, വിനായകൻ. അപ്പോൾ ആണോ, കയറിയിരിക്കുന്ന ആമി. വേണ്ട, ആദ്യം അച്ഛനെ ഒന്ന് കാണട്ടെ. അപ്പോൾ മാഷിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ആ കാണുന്ന വാതിൽ തുറന്നാൽ ഇവർ രണ്ടും ഒരു വീടായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി അകത്തേക്ക് കയറി പോകുക കേട്ടോ. ആമി അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ നന്ദിനിക്ക് കുശുമ്പ്. നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. ആ കൊച്ചെന്താ നമ്മളെ അങ്ങോട്ട് പറഞ്ഞയക്കാതെ ഇവിടെ തന്നെ നിർത്തിയതെന്ന് ചോദിച്ചു. അതെന്തായിരിക്കും അങ്ങനെ ചെയ്തത്? ഇനി നമ്മൾ വന്ന അകത്ത് കയറ്റരുതെന്ന് അച്ഛനെങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മിണ്ടായിരടി, അങ്ങനത്തെ കാര്യമൊന്നുമില്ല, ആ കൊച്ചിത്തിരി സ്നേഹം കൂടുതൽ കാണിച്ചതാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ പറയുന്നു, വിനായകൻ പറയുന്നു. ആ സമയത്ത് ആമി ചെന്ന് ഡോറ് തുറന്നു. നമ്മുടെ സുധാകരൻ മാഷിനെ വിളിച്ചുകൊണ്ട് വരും. ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും അരവിന്ദേട്ടൻ അവിടെ ഇരുത്തി. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു വീടും കാര്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് നമ്മുടെ വിനായകൻ പറയുമ്പോൾ, കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയത്, ഞാനും മോളും കെയർ ടേക്കർമാരെ പോലെ ഇവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയണം. ഒരുപാട് പേർക്ക് ഇതിൽ അവകാശമുള്ളതാണെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്ത് വെക്കുന്നതാണ് നല്ലത് എന്ന് വിനായകൻ്റെ വകയൊരു ഡയലോഗ്. അല്ലെങ്കിൽ അടുത്ത തലമുറയുടെ കാലമാകുമ്പോഴേക്കും കേസാവും, കോടതിയാകും, വഴക്കാവും, അങ്ങനെയൊക്കെ. അതിനാർക്കും ഇതൊക്കെ നോക്കാൻ നേരം? പലരും പുറത്താണ്. പിന്നെ ഫോണിൽ കുടുംബക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അവിടെ ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ ആർക്കും സമയം പോലും ഇല്ല എന്നായി. പിന്നെ അതിപ്പോൾ ഇവിടെ നിന്നല്ല, ഇങ്ങനെയുള്ള സ്ഥലവും തറവാടും ഒക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലെയും ഗതി ഇതൊക്കെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയാം. അവിടെയാണ് നമ്മളെപ്പോലെയുള്ളവരെ വിട്ട് കാര്യം നടത്തുന്നത്. സാറിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ വിനായകൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇതിലെന്തായാലും കണ്ണ് വെക്കേണ്ടെന്ന്. അയ്യോ അല്ല മാഷേ, വിനായകനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു അരവിന്ദൻ. അപ്പോൾ ഇവനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 പേര് അതിൻ്റെ പിന്നിൽ കഴുകൻ കണ്ണുമായിട്ട് കാണും എന്നിങ്ങനെ നേരത്തേക്ക് നമ്മുടെ സുധാകരൻ മാഷ് പറയാം. നന്ദിനിയും വിനായകനും ചമ്മി നിൽക്കുക. അല്ല, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? അത് പിന്നെ ഓണമൊക്കെ അല്ലേ അച്ഛാ, ഒരു 2-3 ദിവസം അച്ഛൻ്റെ കൂടെ താമസിച്ച് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുമ്പോൾ സന്തോഷം. എന്നാ വാ, ഞാനും വിക്രവും താമസിക്കുന്നത് പുറകിലാണെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അറിഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് കയറി ഇരുന്നേ ഉള്ളൂ എന്ന് വിനായകൻ. എന്തായാലും അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പം നിങ്ങൾ പുറത്തോടെ ഇറങ്ങി വരാൻ പറഞ്ഞു. അയ്യോ, ഇതിലെ വാതിൽ കിടക്കുമ്പോൾ എന്തിനാ മാഷ ഇവരെ പുറത്തോടെ ഇറക്കുന്നതെന്ന് ചോദിക്കുക നമ്മുടെ അരവിന്ദേട്ടൻ. ആ സമയം വേണ്ട അരവിന്ദ, ആദ്യമായി വന്നതല്ലേ, അതിലെ തന്നെ പോന്നോട്ടെ എന്ന് സുധാകരൻ മാഷ് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ, ഞങ്ങൾ അതിലെ വരാമെന്ന് പറഞ്ഞ് അവരിറങ്ങി
പുറകെ കൂടെ വരും. ആ സമയത്ത് മാഷ് അരവിന്ദേട്ടനോട് വീടും പറമ്പും മാത്രമല്ല തന്നെ വിറ്റ് കളയും അവൻ. ആഹാ, അതുകൊണ്ട് അത് കടുപ്പിക്കാതിരിക്കുന്നത് കേട്ടോ നല്ലതെന്ന് സുധാകരൻ മാഷ് ആ ചേട്ടനോട് പറഞ്ഞു. അതും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവുക. അങ്ങനെ നടന്ന് പുറകിൽ കൂടെ വരുമ്പോഴത്തേക്കും നന്ദിനി, നമ്മൾ വന്നത് നിങ്ങളുടെ അച്ഛനത്ര പിടിച്ചിട്ടൊന്നും ഇല്ല, നീ അപ്പോഴേക്കും തുടങ്ങി വെക്കല്ലേ എൻ്റെ നന്ദിനി, ഞാൻ പറയുന്നതിനകത്താണോ കുറ്റം ഇരിക്കുന്നത്? നിങ്ങളുടെ അച്ഛൻ്റെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേന്ന് ചോദിച്ചു. നീയും അച്ഛനോട് കാണിച്ചതും പെരുമാറിയതും അത്ര നന്നായിട്ടൊന്നും ആയിരുന്നില്ലല്ലോ, ആണോ? അപ്പം ഞാൻ എന്ത് കാണിച്ചതാ നിങ്ങൾ പറയുന്നത്? നന്ദിനി, വെറുതെ കഴിഞ്ഞതൊന്നും വലിച്ചിടാൻ നിൽക്കേണ്ട കേട്ടോ. നമ്മൾ ഓണത്തിന് വന്നു, 4 ദിവസം നിൽക്കുന്നു, പോകുന്നു. അതിനിടയിൽ നമ്മുടെ പണി വല്ലതും നോക്കുമ്പോൾ നോക്കുന്നു, പോകുന്നു. നീ വരാൻ നോക്ക്, വാ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ കീഴ് തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ. ആ സമയം പിന്നെ നമ്മുടെ വിക്രം പുറത്തിരിക്കും. അപ്പോഴും ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും നിങ്ങൾ ഇതുവഴി പോന്നു ആമി ചോദിച്ചു. ഇരിക്കും കേട്ടോ, ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട കുട്ടി, അപ്പോൾ സാരമില്ല, ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആമി, ഞങ്ങൾ വന്നത് ആ വീട്ടിലേക്കല്ലല്ലോ, ഈ വീട്ടിലേക്കല്ലേ, ഇത് നന്ദിനി ചോദിക്കുക, ചായ വേണമെങ്കിൽ ഞങ്ങൾ ഇട്ട് കുടിച്ചോളാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ആമി ഇങ്ങനെ ആകെ വല്ലാതായി. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കുക. അപ്പം നന്ദിനി എന്നും പറഞ്ഞ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. ആമയെ അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയായിട്ട് കാണണ്ടെന്നും ഈ വീട്ടിലെ അടുക്കളയിലും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സുധാകരൻ മാഷ് പറയാം. പിന്നെ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ചായ നീ തന്നെ ഇട്ടേക്കാനായിട്ട് നന്ദിനിയോട് സുധാകരൻ മാഷ് പറഞ്ഞു. ചെല്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു നിൽക്കും. നന്ദിനി ചമ്മിപ്പോയി. അപ്പോൾ എന്തായാലും ഈ നേരത്തെ ഒരു ചായ പതിവുള്ളതാ അല്ലേ അമ്മി എന്നിങ്ങനെ നമ്മുടെ മാഷ് ചിരിച്ചുകൊണ്ട് ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചേച്ചി. ആമി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ചെല്ല് നന്ദിനി, നീ ചായ ഇടാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വന്ന് കയറി പണി തരാൻ നോക്കുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് കയറി പോയ നന്ദിനി, അച്ഛാ അതെ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും സുധാകരൻ മാഷ് ഇങ്ങനെ നോക്കുവാണ്. വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു രക്തപ്രസാദവും ഇല്ല, ഒരു ഉന്മേഷവും ഇല്ല, ഒരു നനഞ്ഞ കോഴിയുടെ കണക്ക്, അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ നന്ദിനി പറയുമ്പം ആ കുട്ടിയുടെ പ്രകൃതം അതാ, നീ പോയി ചായ ഉണ്ടാക്കാൻ നോക്കും നന്ദിനി. ആ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഈ സമയത്ത് ഭയങ്കര സ്നേഹം വിനായകൻ. അപ്പോൾ വിനായകൻ അച്ഛനോട് കയറി വന്നിട്ട്, സുഖമാണോ അച്ഛാ? ഇതുവരെ അങ്ങനെ ആയിരുന്നു എന്ന് അച്ഛൻ. അതെന്താ അച്ഛാ അങ്ങനെ ഒരു പറച്ചിൽ? അല്ല, എങ്ങനെ പിരിക്കുക എന്നുള്ളതല്ലാതെ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്ന് നീ ഒരു കാലത്തും ആലോചിച്ചിട്ടില്ല വിനായക. അത് കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. വിക്രം ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തു. അപ്പോൾ അവർ അവിടെ നിന്നാണ് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോ. ശരി, പറഞ്ഞോ സാർ. അന്നേരം വിശ്വൻ എത്താറായില്ലേന്ന് ചോദിച്ചു. അപ്പം സാർ, അത് എൻ്റെ ചേട്ടനും വൈഫും ഒക്കെ എത്തിയിട്ടുണ്ട്, ഞാൻ നേരിട്ട് സ്കൂളിലെത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. ആ സമയത്ത് തരുൺ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിങ്ങനെ ശരി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് ഇഷ്ടക്കുറവാണെന്നുള്ളത് വിക്രത്തിനും മനസ്സിലായി. തരുൺ എന്തോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വന്നു. ഇവർക്കെല്ലാവർക്കും ചായ എടുത്തു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വിക്രത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു. നിനക്ക് ഈ ഒരു ജോലിയെ കിട്ടുള്ളൂ, നീ എൻ്റെ കൂടെ വാടാ, ഇതിലും കാശുണ്ടാക്കുന്ന പണി ഞാൻ തരാമെന്ന് വിനായകൻ അവിടെ നിന്ന് പറയണു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക. ചില സ്ഥല കച്ചവടം നടക്കുമ്പോൾ മുട കാണിക്കുന്ന ചിലവന്മാരുണ്ടാവും. അപ്പോൾ എനിക്ക് നിന്നെപ്പോലെ ഒരാൾ കൂട്ടുള്ളത് നല്ലതാണെന്ന് വിനായകൻ. കൂലിക്ക് തല്ലുന്ന പണിക്ക് ഇനി അവൻ ഇല്ലാന്ന് അന്നേരം അച്ഛൻ വിനായകനോട് പറഞ്ഞു. എന്നിട്ടും ചെയ്യുന്നതും അതൊക്കെ തന്നെ അല്ലേ എന്ന് നന്ദിനിയുടെ വകയൊരു ഡയലോഗ്. ഞാനെന്തായാലും ഈ ചായ അവർക്കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ചായയായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഇവിടെ അച്ഛനും മക്കളും കൂടി ഇങ്ങനെ സംസാരിക്കുവാണ്. വിശ്വേട്ടനാ പറഞ്ഞത് നീ ഏതോ കുട്ടിയുടെ ബോഡി ഗാർഡായിട്ടാണ് പോകുന്നതെന്ന്. എന്ന് വെച്ചാൽ അതിനെതിരെ വലിയ ആക്രമണം ഉണ്ടായാൽ അതിനെ തടയുന്ന ഒരു ബൗൺസർ. അത് തന്നെയല്ലേ നിൻ്റെ ഇപ്പോഴത്തെയും ജോലിയെന്ന് ചോദിച്ചു. വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയായിട്ടാണ്. ഗൗരിക്കുട്ടിയുടെ മുടിയാക്കി ചീകി കെട്ടി വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുക സ്കൂളിൽ വിടാനായിട്ട് നമ്മുടെ വേദ. അപ്പോൾ തരുൺ അങ്ങോട്ടേക്ക് വന്നു. മോളെ, വണ്ടി വരാറായില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു 10 മിനിറ്റ്, എന്നാലേ ഇന്ന് അച്ഛനും അമ്മയും മോളെ കൊണ്ടുവന്നാക്കാം, എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു തരുൺ. അപ്പോൾ ഹായ്, അത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അച്ഛമ്മ അവളുടെ വണ്ടി വരാൻ നേരമായിട്ടോ എന്ന് പറഞ്ഞു വന്നു. വണ്ടിയോട് പോവാൻ പറ അച്ഛമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം കുഞ്ഞു പറയാം. വല്ലപ്പോഴും ഒക്കെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ഗൗരി. താൻ പോയി റെഡിയാക്കിയോ, സമയം കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേദ റെഡിയാക്കാൻ പോകുമ്പോൾ അപ്പോൾ എനിക്ക് അച്ഛൻ സ്കോഡ് തന്ന ബോഡി ഗാർഡോ അയാളെ അച്ഛൻ നേരിട്ട് സ്കൂളിലേക്കാക്കാം, എന്താ
അമ്മ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ റെഡി ആവാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അമ്മയും കുഞ്ഞും അച്ഛനും കൂടി ഇങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് വേദയുടെ ഡ്രൈവർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വേദയോട് നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്യാൻ അയാളോട് പറയാനായിട്ട് തരുൺ പറയാം. അപ്പോൾ വേദ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോണു. അപ്പോൾ വേദയെയും തരുണിനെയും ഒക്കെ ഫോളോ ചെയ്ത് ഒരു കൂട്ടം ആൾക്കാർ വണ്ടിയിലുണ്ട്. അപ്പോൾ ഇവർ ഫോണിൽ സംസാരിക്കുക. അപ്പോൾ അപ്പുറത്തുനിന്ന് വിളിക്കുന്ന ആൾ പറയാണ്, എൻ്റെ അനുമതി ഇല്ലാതെ ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ അവർ പോണു. ഇവരെ ഫോളോ ചെയ്ത് വേറെ ആൾക്കാരും. ഈ സമയത്ത് തരുൺ വേദ കുഞ്ഞും നേരെ സ്കൂളിലേക്ക് ചെല്ലുന്നു. അങ്ങനെ കുഞ്ഞിന് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തും. അങ്ങനെ കുഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം വേദയുടെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോഴത്തേക്കും തരുൺ വേദയെ വിളിച്ചു. വേദ, ആ വണ്ടിയിൽ തന്നെ പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയാണല്ലോ പതിവ് എന്ന് വേദ. ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെന്താ പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചു എന്ന് തരുൺ ഇങ്ങനെ വേദയോട് പറയാം. പിന്നെ വേദയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, ഇന്നേരം ഇവിടെ ഡ്രൈവറില്ല, നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് പ്രൈവസി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് തരുൺ ഇങ്ങനെ പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേദ. ഇന്ന് വന്നവന്മാരുടെ പ്ലാൻ അതും പൊളിഞ്ഞു. വേദയും തരുണും കൂടെ വണ്ടിയിൽ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തന്നോട് സംസാരിക്കാനുള്ളത് വേറൊന്നുമല്ല, ഗൗരിയെ പറ്റിയാണെന്ന് പറഞ്ഞു. അവൾക്ക് എന്താണെന്ന് ചോദിച്ചു വേദ. അവളിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും എന്ന് ചോദിക്കും കേട്ടോ. മനസ്സിലായില്ല എന്ന് വേദ. ഇന്നലെ തന്നെ അവൾ ചോദിച്ചത് കേട്ടില്ലേ, നമ്മളെന്താ അധികം സംസാരിക്കാത്തത് എന്ന്. പിന്നെ ഓരോ കൊല്ലം കഴിയും തോറും ആ ഒരു സംശയം കൂടിക്കൂടി വരേ ഉള്ളൂ എന്ന് തരുൺ പറയാം വേദയോട്. അതുകൊണ്ട് ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണെന്നിങ്ങനെ തരുൺ പറഞ്ഞു. എന്ന് വെച്ചാൽ അവൾക്ക് പേരൻ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും താൻ അവളുടെ ആയിട്ട് വന്ന ആളാണെന്നും അവളെ അറിയിക്കുന്നതല്ലേ നല്ലതെന്ന് തരുൺ ഇങ്ങനെ വേദയോട് ചോദിക്കുക കേട്ടോ. വേദ അത് കേട്ട് ഞെട്ടി. ഇത്രയും കാലം അമ്മ എന്ന് വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം താൻ അവളുടെ അമ്മയല്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് തരുൺ വേദയോട് പറയണം. അതുപോലെ എന്നായാലും അതൊക്കെ അവൾ അറിയേണ്ടതല്ലേ എന്നും ചോദിക്കുക. വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് ചിലപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടെന്ന് വരുമെന്ന കാര്യവും തരുൺ പറയണം. വേദ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ തരുണിനെ നോക്കുക. ഇത് തിരിച്ചു പറയേണ്ട കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വേദ എന്നിട്ടൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണ്. ആക്ച്വലി വേദയോട് ചോദിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എനിക്ക് അറിയാമെന്നും, പക്ഷേ ഇത്രയും കാലം അവളുടെ അമ്മയുടെ സ്ഥാനത്ത് കഴിഞ്ഞ ഒരാളല്ലേ. അപ്പോഴത്തേക്കും വേദയ്ക്ക് കരച്ചിൽ വന്നു. വേദ ഇരുന്ന് കരഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വേദ യാദൃശികമായിട്ട് വിക്രത്തെ കാണുക. അപ്പോൾ വിക്രത്തെ കണ്ടപ്പോഴത്തേക്കും സ്റ്റോപ്പ് ദ കാർ എന്ന് പറഞ്ഞു. വേദ സ്റ്റോപ്പ് ദ കാർ എന്നും പറഞ്ഞുകൊണ്ട് വേദ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ വേഗം തന്നെ വണ്ടി നിർത്തിച്ച് വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ വിക്രം പോകുന്നത് വേദ കാണുക. അപ്പോൾ വേദ വിക്രത്തെ കണ്ടപ്പോഴത്തേനും വേറൊരു പവറിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം പറഞ്ഞ ഈ കാര്യം മോളോട് പറയുന്നതിന് മുൻപ് തരുൺ അമ്മയോടൊന്ന് ഡിസ്കസ് ചെയ്തത് നന്നായിരിക്കുമെന്നും വേദ തരുണിനോട് പറയാട്ടോ. എന്നിട്ട് തൻ്റെ വണ്ടിയിലേക്ക് കയറി വേദ അവിടെ നിന്ന് പോണു. തൻ്റെ വിക്രം പോകുന്നത് കണ്ടുകൊണ്ട് വേദ ഇങ്ങനെ മനസ്സുരുക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.